ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുപഴം വെച്ചൊരു പായസം ഉണ്ടാക്കി കാണിക്കാം. ഈ ചെറുപഴ പ്രഥമൻ സൂപ്പർ ടേസ്റ്റാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പായസം ഉണ്ടാക്കുന്നതിന് ഞാൻ 4 പഴുത്ത പൂവമ്പഴമാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞെടുത്ത് വെച്ചിരുന്ന പഴം ഇട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ ഈ പഴം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പഴം വഴന്ന് വരുമ്പോൾ അത് നല്ലൊരു ഉടഞ്ഞ ബ്രൗൺ കളറായിട്ട് വരും. ഏകദേശം നല്ലതുപോലെ ഇത് ഉടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പഴം അടിച്ചെടുക്കുകയൊന്നും വേണ്ട, തന്നെ കുഴഞ്ഞ് തന്നെ ഉടഞ്ഞു വന്നോളൂ. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അരിച്ചെടുത്ത് വെച്ചിരുന്ന പാനിയാണ്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പഴവും ശർക്കര പാനിയും കൂടെ നല്ലതുപോലെ മിക്സ് ആകുന്നിടം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അടിക്ക് പിടിക്കാതെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം. ഈ പഴമൊക്കെ തന്നെ ഉടഞ്ഞു വരും. നമുക്കിത് രണ്ടും കൂടി ഒന്ന് മിക്സ് ആകുന്നിടം വരെ, അതായത് ഈ ശർക്കര ഈ പഴത്തേൽ നല്ലതുപോലെ പിടിച്ച് കിട്ടണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആ പഴവും ശർക്കരയും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒന്ന് കുറുകുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. കുറുകി വരുന്ന ഈ പായസത്തിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ചെറുജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. പായസം കുറുകി വന്നിട്ടുണ്ട്. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കണം. ഇനി നമുക്ക് ഈ പായസത്തിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് 1-ാം പാല് 1 കപ്പും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല കുറുകിയ 1-ാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മധുരമൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇതിപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിലാണ് പായസം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ പായസത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പായസത്തിലേക്ക് കാഷ്യൂനട്ട് വറുത്തതും കൂടി ഇട്ട് കൊടുക്കുക. നെയ്യിൽ വറുത്തെടുത്ത കാഷ്യൂനട്ടും കൂടി ഇട്ടപ്പോഴത്തേക്ക് നല്ല ചെറുപഴ പായസം റെഡി ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ല വീഡിയോയുമായി വരുന്നത് വരെ ബൈ.